ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീജയും വേദയും കൂടെ ചേർന്ന് വിക്രമിനെ ഉറക്കി കിടത്താനായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് അതിൽ ഉറക്ക ഗുളിയൊക്കെ ചേർത്ത് അങ്ങനെ എടുത്ത് വെക്കണം. ഈ സമയത്ത് നമ്മുടെ നന്ദിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, നീ ഇപ്പം മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ വേദ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ ഇത്രയും നാൾ നന്ദിനി ഏട്ടത്തിയാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇനി ഞാൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിക്രത്തിന് വേണ്ടി ഒഴിച്ചു വെച്ചിരുന്ന പായസത്തിനെ തട്ടിയെടുത്ത് നന്ദിനി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശ്രീജയും വേദയും കൂടെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും നന്ദിനി കേൾക്കാതെ അത് കുടിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് നന്നായി മണപ്പിച്ചൊക്കെ നോക്കുന്നു, പഴം കൊണ്ടുള്ള പായസമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായിരുന്നാലും അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ നമ്മുടെ നന്ദിനി പായസം നന്നായിട്ട് അങ്ങ് കുടിച്ച് ആസ്വദിച്ച് കുടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനി പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, അവസാനം ചെറിയൊരു കശർപ്പ് പോലെ തോന്നിയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കുടിക്കുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി എടുത്ത് അതെടുത്ത് കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ എനിക്ക് കുടിച്ചൂടെ, എനിക്കും കുടിക്കാം, ഞാൻ കുടിച്ചിട്ട് വിക്രം കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേദ എന്ന് വെച്ചാൽ നന്ദിനിയുടെ കയ്യിൽ കുറേ ബാക്കിയിരുന്ന പായസം ഉറക്കഗുളിക കഴിയാക്കിയത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ആ അതിനെ വേറൊരു ഗ്ലാസ്സിലാക്കിയിട്ട് നന്ദിനിയുടെ കയ്യിൽ നന്ദിനിയുടെ അല്ല ശ്രീജയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നമുക്ക് ശ്രീജയെടുത്ത് വിക്രമിന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം നമ്മുടെ നന്ദിനി ആസ്വദിച്ചെല്ലാം കുടിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്തായിരുന്നാലും നന്ദിനിയേട്ടത്തി എന്തായാലും കുടിച്ചല്ലോ, ഇനി ഞാൻ കാര്യം പറയാം, വിക്രമിനെ ഉറക്കാൻ വേണ്ടി ഉറക്ക ഗുളിക കലക്കിയതായിരുന്നു, അതിലാണ് കുറച്ചെടുത്ത് കുടിച്ചത് എന്ന് പറഞ്ഞു. ഓ നീ എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ, ഞാനെന്തിനാ നന്ദിനിയേട്ടത്തിനെ പറ്റിക്കുന്നത്, നന്ദിനിയേട്ടത്തിക്ക് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമ്പോൾ അറിയാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നന്ദിനി അവിടെ എല്ലാം നോക്കുമ്പോൾ കാണുന്നുണ്ട് ഉറക്ക ഗുളിക പൊടിച്ച് വെച്ചത്, ആ ടാബ്ലറ്റിൻ്റെ കുറച്ച് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നന്ദിനി അയ്യോ ഇവൾ മനഃപൂർവ്വം പണി പറ്റിച്ചോ എന്നുകൊണ്ട് എടി എന്നുകൊണ്ട് ഇങ്ങനെ വേദയെ വിളിക്കണം. അപ്പോൾ വേദ അവിടെ തന്നെ നിൽക്കണം. വരുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കണം, എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് നീ മനഃപൂർവ്വം അത് കലക്കി വെച്ചിരുന്നു, അതേ വിക്രമിനെ ഞാൻ ഉറക്കാൻ വേണ്ടി കരുതിയതാ, അതിനെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നന്ദിനി ഓഹോ നീ അത്രയ്ക്കായോ, എന്നാൽ എനിക്കൊന്ന് അറിയണമല്ലോ, അങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറയാൻ പോകുന്നു എന്ന രീതിയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ വേദം ഒന്ന് വിരട്ടുകയാണ്. അതെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്ദിനിയുടെ അടുത്തേക്ക് മനസ്സിലാവില്ല, ഞാൻ ഇതിന് കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഞെക്കി കൊല്ലും, അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിനി ഒന്ന് ഭയപ്പെടുന്നുണ്ട്. വേണ്ട വേണ്ട എന്നിങ്ങനെ പറയണം. എന്നാൽ പോയൊരു കാര്യം പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. നാളെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്ദിനി എന്തായാലും ഭയപ്പെട്ടിട്ട് പതുക്കെ മുറിയിലകത്തോട്ട് ഇങ്ങനെ പോകണം. നന്ദിനി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വേദ നേരെ ഇറങ്ങി ശ്രീജയുടെ അടുക്കലേക്ക്, ശ്രീജ പായസം കൊണ്ട് പോയിരിക്കുകയാണല്ലോ, നേരെ ശ്രീജയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വിക്രമിൻ്റെ പായസം കൊണ്ട് കൊടുക്കണം. എന്താ ഏട്ടത്തി അത് പായസം ഉണ്ടാക്കിയത്, എന്ത് പറ്റി, വല്ല വിശേഷമുണ്ടോ? വിശേഷമായിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ വേദ അങ്ങോട്ട് വരണം. കാരണം ശ്രീജയ്ക്ക് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമെന്നുള്ളത് വേദയ്ക്ക് അറിയാം, കാരണം പേടി വരുമ്പോൾ പരുങ്ങുമല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ നമ്മളൊരു ചെറിയ ഒരു സന്തോഷമുണ്ട്, ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, എന്താണെന്ന് ചോദിക്കുക. അത് വേറൊന്നുമല്ല, അത് ഞങ്ങളിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, അതായത് ശ്രീജേട്ടത്തിയും ഞാനും ഒക്കെ ചേർന്നിട്ടാണ്. അത് മസാല പൗഡറുകൾ, അച്ചാറുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വിഷുവേട്ടനും കൂടെ ചേർന്ന് അതിങ്ങനെ സെയിൽസൊക്കെ നടത്താമെന്നുള്ളൂ. അപ്പോൾ അതിന് ഈ ചായപ്പിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ലോണൊക്കെ എടുത്ത് നമ്മൾ തുടങ്ങാമെന്നുള്ള ഒരു സംരംഭത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണം, അപ്പോൾ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം ചോദിക്കുമ്പോഴേ അത്രയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ പറയും, അവൾക്ക് നീ ഞാൻ ക്ലാസ്സിന് എടുത്തേ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് വാങ്ങിക്കൊണ്ട് നമ്മുടെ ശ്രീജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പക്ഷേ വേദം നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. വിക്രമിൻ്റെ അടുത്ത് നിന്ന് തടി തപ്പാനൊന്നും ആയിരുന്നില്ല. പക്ഷേ ശ്രീജ അവിടെ നിന്ന് ഗ്ലാസ്സും വാങ്ങിക്കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, വേണമെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടാം എന്ന് പറയുന്നുണ്ടോ, എനിക്കെന്താ പണി ചെയ്യാൻ വലിയ തടസ്സം വല്ലതും ഉണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പണി ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പണിയൊന്നും ചെയ്യേണ്ട, കാരണം നിങ്ങൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങളോട് പോരാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഈ ബിസിനസ്സിനെ കൂടെ ഇല്ലാതാക്കാം, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതി, വിഷുവേട്ടനും ഞാനും ശ്രീജേട്ടത്തിയും കൂടെ ചെയ്തോളാം, ആർക്കെങ്കിലുമൊക്കെ 1-2 പേർക്ക് തൊഴിലും ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറയണം. ഇനിയിപ്പോൾ എന്തായിരുന്നാലും രാത്രി നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളതാണല്ലോ, ഞാനെല്ലാം കേട്ടു, നിങ്ങൾ ശ്രീധരനെ തട്ടിക്കൊണ്ട് പോകുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ, ഇനിയിപ്പോൾ ഉറക്കം ഒഴിയാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം കയറി കിടന്നോ
എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോകാൻ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഒന്ന് ഇറങ്ങിപ്പോവൂ എന്നൊക്കെ പറഞ്ഞ് വിക്രം വേദയെ ഇറക്കി വിടുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ വിക്രം ജോസഫിനെ വിളിച്ചിട്ട് വണ്ടിയുമായി വരണം ഇത്ര മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ കട്ടിൽ കയറി കിടക്കുന്നുണ്ട്. പക്ഷെ അറിയാതെ വിക്രം അങ്ങ് ഉറങ്ങുകയാണ്. അപ്പോൾ വേദ വന്ന് ഇടയ്ക്ക് നോക്കുമ്പോൾ വിക്രം നല്ല ഉറക്കത്തിലാണ്. ബെല്ലടിക്കുന്നുണ്ട് ഫോണിൻ്റെ. ജോസഫ് വന്ന് നിന്നിട്ട് ബെല്ലടിക്കുന്നതാണ്. അപ്പോൾ വിക്രത്തിൻ്റെ ഫോണ് വേദ എടുത്തിട്ട് പറയുന്നുണ്ട്, ജോസഫ് ഇന്ന് എന്തായാലും വിക്രം നല്ല ഉറക്കത്തിലാണ്, ഇന്നത്തെ പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീജ ചെന്ന് വിശ്വത്തിനോട് ഈ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വിശ്വത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിയും വരെയാണ്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, നിങ്ങളൊക്കെ ഇത് കളിച്ച് കളിച്ച് എവിടെയാണ് പോകുന്നത്? നാളെ അവ ഉറക്കൊഴിയുമ്പോൾ നീയും കൂടെ ഇതിന് കൂട്ട് നിൽക്കുകയാണെന്ന് കേൾക്കുമ്പോൾ നിനക്ക് കിട്ടും. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വിശ്വം പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിശ്വം വഴക്കൊക്കെ പറയുകയാണ്. വഴക്കല്ല, നീ ചെയ്തതൊക്കെ തെറ്റായി, നീ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ ഇങ്ങനെ ഒരു ദിവസം അവനെ ഉറക്കിയെന്ന് പറഞ്ഞാൽ അവൻ നാളെ നേരം വിളിക്കുമ്പോൾ നന്നാവാൻ പോവുകയാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വിശ്വം ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ശ്രീജയ്ക്കും ആകെ ഒരു പേടിയൊക്കെ ആവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ കഥയിൽ ആരോ ഒന്ന് തട്ടുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ വേദയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് കതവ് തുറക്കുമോ ശ്രീജേട്ടത്തി എന്ന് പറഞ്ഞ് കതവ് തുറക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ വന്ന് ശ്രീജ ഒന്ന് കതവ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വം ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടോ എന്നൊക്കെ വിശ്വം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീജ, അതെന്തായാലും ഇന്ന് പോവാതിരിക്കാനല്ലേ വിശ്വട്ടാ, നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ആ ബിസിനസ്സിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. നമുക്ക് എന്തായിരുന്നാലും ആ ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എത്രയും പെട്ടെന്ന് ഇതിനെ തുടങ്ങാൻ വേണം. ആ ചായ്പിൻ്റെ പകുതി ഭാഗം മതിയല്ലോ, ഒരു പകുതി ഭാഗത്ത് നമുക്ക് തുടങ്ങാം. എന്നിട്ട് വിശ്വമായിട്ടും തന്നെ എല്ലാം സെയിൽസ് കടകളിൽ കൊണ്ട് നടത്തിയാൽ മതിയല്ലോ. അപ്പോൾ ആരുടെ മുന്നിൽ നമുക്ക് മുതലാളിയും തൊഴിലാളിയും ഉള്ള ഒരു വ്യത്യാസമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ വേദ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വിശ്വത്തിനും ശ്രീജയ്ക്കും നന്നായിട്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്രീ എന്നാണ് ആ കമ്പനിക്ക് പേര് അവർ ഉദ്ദേശിക്കുന്നത്. ശ്രീ മസാലപ്പൊടി, ശ്രീ സാമ്പാർ പൊടി, അങ്ങനെയൊക്കെയാണ് ഓരോന്ന് പേര് പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ നന്ദിനി അവിടെ നല്ല കൂർക്കം വലിച്ചുറങ്ങുകയാണ്. നമ്മുടെ വിനായകൻ കയറി വരുമ്പോൾ നന്ദിനി അങ്ങോട്ട് കൂർക്കം വലിച്ച് ഒരു അനക്കോ ആവിയില്ലാതെ കിടന്നങ്ങനെ ഉറങ്ങുകയാണ്. എത്രയൊക്കെ കുലുക്ക് വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അവസാനം നന്ദിനി ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. ഗുളിക അങ്ങനെ മരുന്ന് കൊടുക്കും, വിക്രത്തിന് ഇതാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിനായകനൊന്നും മനസ്സിലാവുന്നില്ല. വിനായകൻ നേരെ അവിടെ നിന്ന് തലയണയും ഷീറ്റും എടുത്തുകൊണ്ട് പുറത്ത് പോയി കിടന്ന് ഉറങ്ങുകയാണ്. കാരണം കൂർക്കം വലി അത്രയ്ക്കുണ്ട്. വിക്രമിൻ്റെ കേസും ഒന്നും തിരുത്തി പറയാൻ പറ്റില്ല. വിക്രം ഏകദേശം നല്ല രീതിയിൽ കൂർക്കം വലിയൊക്കെ വിളിച്ച് നന്നായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ആ രംഗമൊക്കെ തീരുകയാണ്. പിറ്റേന്ന് നമ്മുടെ വേദ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, വേദ ഇനി കഴുകാനുള്ളത് അവിടെ ഇട്ടേക്കും, ഞാൻ തന്നെ കഴുകിയിടാം, നീ എനിക്കിനി പോകാൻ സമയമായില്ലേ, കുളിച്ചിട്ട് എന്തിനായിട്ട് നനയ്ക്കുന്നു, അത് കുഴപ്പമില്ല നന്ദിനിയായിട്ട് ശ്രീജയെടുത്ത് ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദ പറയും സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുമ്പോൾ നമുക്ക് വിക്രത്തിനെ ചെന്ന് വിളിച്ചുണർത്താം, എങ്ങനെയുണ്ടെന്ന് നോക്കാം, വാ ചേട്ടത്തി എന്ന് ശ്രീജയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയും, നീ ഒരു കാര്യം, നീ എന്തായാലും പോകും, ഞാൻ ചായയുമായിട്ട് പിറകിൽ വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നു. ശ്രീജ നേരെ അടുക്കളയിൽ പോയി ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദിന് ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ശ്രീജേട്ടത്തി എല്ലാം കൂടെ അറിഞ്ഞ് പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീജേട്ടൻ എന്ത് പറ്റി? അത് ഇന്നലെ തന്നതാണല്ലോ ഉറക്ക ഗുളിക അല്ലേ ഉണ്ട്. അപ്പോൾ ശ്രീജ ഇവിടെ ആരും ഉറക്ക ഗുളിക തന്നു? ആരും ഉറക്ക ഗുളിക ഒന്നും തന്നില്ല, നിനക്കെന്താ ഭ്രാന്തായോ ചോദിക്കുന്നുണ്ട്. വിക്രത്തിനും കൊടുത്തിട്ടുണ്ടല്ലോ, വിക്രമിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ, ഈ ചായ ആർക്കാ കൊണ്ടുപോകുന്നത്? അത് ഇതുപോലെ വിക്രത്തിനാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കൊടുത്താൽ എനിക്ക് അവനോട് ചോദിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ റൂമിൽ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കണം. അയ്യോ സമയം ഇത്രയാവും എന്ന് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് നോക്കുവാണ്. മൊബൈലെടുത്ത് നോക്കുമ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ വിക്രത്തിന് മനസ്സിലായോ ഇന്നലെ വന്നവർ പോകാൻ പറ്റിയില്ലല്ലോ, ഇന്നത്തെ പണിയെല്ലാം പാളിയോ എന്നൊക്കെ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. അപ്പോഴത്തേക്ക് വേദയോട് ചോദിക്കണം, നീ എന്താ എന്നെ വിളിക്കാത്തത്? എത്ര പ്രാവശ്യം വിളിക്കണം? ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റോ? ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല, എത്രയോ പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തൊരു ഉറക്കമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദിനി വീട്ടിൻ്റെ റൂമിൻ്റെ വെളിയിൽ വന്ന് നിന്നിട്ട് വിളിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ വിക്രം ഇഴയിറങ്ങി വെളിയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും പണി പാളി, എന്തായിരുന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേദ ചിന്തിച്ച് നിൽക്കുകയാണ്. അത് കാണിച്ചോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും നാളത്തേത്. നമുക്ക് എന്തായാലും നാളെയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.